ദൈവിക വചന ചിന്തയ്ക്ക് വേണ്ടി വേദഭാഗം നമുക്ക് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാമല്ലോ. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. 1 ശമൂവേൽ 4:22 വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം സ്തോത്രം പിടിക്കപ്പെട്ടു പോയത് കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് അവർ പറഞ്ഞു. ദൈവത്തിൻ്റെ പെട്ടകം, സ്തോത്രം, അതാണ് നമ്മുടെ ഇന്നത്തെ സ്തോത്രം ദൂതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു തലക്കെട്ടെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പെട്ടകം, കർത്താവിൻ്റെ പെട്ടകം ദൈവമക്കളുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടതായ അനുഭവം. അതാണ് നമ്മൾ വായിച്ച കുറി വാക്യത്തിൻ്റെ പശ്ചാത്തലം. അതിന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷേ അതിലേക്ക് പോകുന്നില്ല. നോക്കിക്കേ, ദൈവത്തിൻ്റെ പെട്ടകം എന്ന് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുമ്പോൾ അതിനെ ലളിതമായി ഞാൻ പറഞ്ഞ് നമുക്ക് ദൂതിലേക്ക് കയറാം. ദൈവത്തിൻ്റെ പെട്ടകം, 2 പെട്ടകങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഒന്ന് സാക്ഷ്യപ്പെട്ടകമായ അല്ലെങ്കിൽ ഉടമ്പടി പെട്ടകമായ പെട്ടകം. 2-ാമത്തെ പെട്ടകം നോഹയുടെ പെട്ടകം. ഇവിടെ ഉടമ്പടിക്ക് കാരണമായി തീർന്ന പെട്ടകം സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് നൽകിയ ആ പെട്ടകത്തിനകത്ത്, സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് യഹോവയായ ദൈവം കൈമാറിയ ആ പെട്ടകത്തിൽ കൽപ്പലകളെ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. ആ പെട്ടകത്തില് വിശുദ്ധമായ ഒരു പെട്ടി എന്ന അതിനെ വിശേഷിപ്പിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദൂതിലേക്ക് കയറാം. എൻ്റെ കയ്യിലൊരു മെസ്സേജ് ഉണ്ട്, സ്തോത്രം. പക്ഷേ ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ, സ്തോത്രം. അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്ക് കുറച്ച് ഇളക്കിയിട്ട് വലിയ കാര്യമുണ്ടോ? നാളെ പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേർ വാ വിളിക്കും, പെട്ടകം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അവർ വേറെ വല്ലതും കാര്യം പറയും, സ്തോത്രം. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, സ്തോത്രം. നമുക്ക് കയറാം. നോക്കിക്കേ, ഈ പെട്ടകത്തിനകത്തും സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് യഹോവയായ ദൈവം കൈമാറിയ കൽപ്പലക സൂക്ഷിച്ചിരിക്കുന്നു. അടുത്തത്, ഈ പെട്ടകത്തിന് നിർമ്മാണം എന്ന് പറയുന്നത് അക്കേഷ്യ മരം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും അതിൻ്റെ അകത്തും പുറത്തും സ്വർണം പൂശി സ്തോത്രം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നൊക്കെ എന്ത് ചെയ്യുന്നു? സ്തോത്രം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അടുത്തത്, ആമേൻ, ഈ പെട്ടകത്തിന് രൂപമുണ്ട്, രൂപങ്ങൾ, കിരൂബുകളുടെ രൂപങ്ങൾ അതിൻ്റെ മേൽ സ്വർണ്ണ തകിടി കൊണ്ട് 2 ദൂതന്മാരുടെ രൂപങ്ങൾ അതിനുണ്ട്. അതിനുശേഷം അതിനകത്ത് മോശയ്ക്ക് കൈമാറിയ കൽപ്പലയും അഹരോന്റെ വടിയും അതുപോലെ തന്നെ മന്ന നിറയ്ക്കപ്പെട്ട പാത്രവും അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. 1 കൽപ്പന, ആമേൻ സ്തോത്രം. 2 അഹരോന്റെ വടി, അതുപോലെ തന്നെ ആമേൻ സ്തോത്രം മന്ന ഇട്ടുവെച്ചിരിക്കുന്ന ആമേൻ പാത്രം. ഇതൊക്കെയാണ് ഈ പെട്ടകത്തിനകത്തുള്ളത്. ഇത് ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു, അവരുടെ യാത്രകളിൽ അതിനെ കൊണ്ടുപോകുമായിരുന്നു. കാരണം ദൈവിക കൽപ്പനകൾ ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്തിനകത്തുണ്ട്? പെട്ടകത്തിനകത്തുണ്ട്. ദൈവം നൽകി തരുന്ന മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്തുണ്ട്? ഈ പെട്ടകത്തിനകത്തുണ്ട്, സ്തോത്രം. അതിനുശേഷം അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ഈ പെട്ടകം എവിടെയുണ്ടോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എന്ത് ചെയ്യുന്നു? ഇത് അർത്ഥമാക്കുകയാണ്. പെട്ടകം എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനിയും വിശദീകരിക്കുന്നില്ല, ഞാൻ അവിടെ കൊണ്ട് ചുരുക്കി നിർത്തുകയാണ്. ഈ ദൈവ സാന്നിധ്യം നിറയപ്പെട്ട് നിൽക്കുന്ന പെട്ടകമാണ് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? ഇസ്രായേലരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിയർ തിരിച്ചറിഞ്ഞു, എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? പോയിരിക്കുന്നു.
ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട, ദൈവിക കൽപ്പനകൾ അഥവാ മാർഗനിർദ്ദേശങ്ങൾ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കളുടെ അകത്ത് എന്ത് സംഭവിച്ചു? ഭയമുണ്ടായി. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം. ഇസ്രായേൽ മക്കൾ തിരിച്ചറിഞ്ഞു. എന്താ? പിടിവിട്ടുപോയ പെട്ടകം, സ്തോത്രം, മഹത്വം പോയെന്നൊരു തിരിച്ചറിവ്. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിനകത്തും ജീവിതത്തിനകത്തും കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. നമ്മുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ മഹത്വം പോയി. നമ്മൾ അർത്ഥമില്ലാതെ പോയി, നമ്മൾ ശൂന്യരായി പോയച്ചാ. സ്തോത്രം. കാലിൽ ശത്രുക്കൾ നമ്മെ അപഹരിച്ചു കളയാൻ സംഹാര താണ്ഡവമാടിയ ഫെലിസ്ത്യരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ശത്രു എന്തു തീരുമാനിക്കുന്നു അത് ഇസ്രായേലിയുടെ മധ്യേ സംഭവിക്കും. കാരണം എന്താ? അവരുടെ നടുവിൽ നിന്ന് പെട്ടകം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽ സഭയ്ക്കകത്ത് ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവജനമേ, നമ്മുടെ നടുവിൽ നിന്ന്, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, നമ്മുടെ ആരാധനയ്ക്കകത്തു നിന്ന്, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തു നിന്ന്, നമ്മുടെ ആലയത്തിൽ നിന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടകം അഥവാ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും ദൈവിക നിയോഗങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ചുരുക്കത്തിൽ എന്ത് പറയാ? ദൈവിക മഹത്വം നമ്മളിൽ നിന്ന് പോയിരിക്കുന്നു. എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും പെട്ടകം പോയത് അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നമ്മുടെ നടുവിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതും ദൈവിക നിയോഗങ്ങൾ, മാർഗങ്ങൾ, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പല ആവർത്തി സ്തോത്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടതറിയാതെ ഇസ്രായേലിയർ സ്തോത്രം യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെയാ പലപ്പോഴും നമ്മൾ യുദ്ധത്തിനായി പോകുന്നത്. സ്തോത്രം. പക്ഷെ അങ്ങനെ യുദ്ധം ചെയ്താൽ എന്താ പറയുന്നേ? പരാജയമായിരിക്കും. അത് തോൽവിയായിരിക്കും. ഇന്ന് പകൽ ദൈവമക്കളെ, ദൈവത്തിന്റെ കൽപ്പനകൾ പെട്ടകത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് അതിനകത്ത് മൊത്തം ഇരിക്കുന്നത്. ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാൽ അതിനകത്ത് പരാജയമില്ല, അതിനകത്ത് തോൽവിയില്ല. കാരണം ദൈവം നൽകിത്തരുന്ന നിർദ്ദേശത്തിനകത്ത് വെച്ചാൽ അബദ്ധമില്ല. സ്തോത്രം. ദൈവം നൽകിത്തരുന്ന നിർദ്ദേശങ്ങൾക്കകത്ത് എന്തില്ല? അബദ്ധങ്ങളില്ല. അതുകൊണ്ട് ഈ പറയണത് ദൈവ നിയോഗത്തിനനുസരിച്ച് നമ്മൾ നടക്കണം, ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. കാരണം ദൈവത്തിന്റെ നിർദ്ദേശത്തിന് സ്തോത്രം അബദ്ധം ഇല്ല. അടുത്തത് സ്തോത്രം, ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പരാജയപ്പെടുന്നതല്ല, അത് ജയത്തിൻ്റെതാണ്. സ്തോത്രം. ദൈവം നൽകിത്തരുന്ന ദൈവാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ, അത് വചനത്തിലൂടെയാകാം, സ്തോത്രം, വിവിധ മാധ്യമങ്ങളിലൂടെയാകാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് നാം കാൽച്ചുവടുകൾ എടുത്തു വെച്ചാൽ അത് പരാജയത്തിൻ്റെതല്ല, അത് നിശ്ചയമായും ജയത്തിൻ്റെതായിരിക്കും. ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്തു. കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവ് നൽകിത്തരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വചനത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ, അഭിഷക്തരിലൂടെ, എൻ്റെ വചന ധ്യാനത്തിലൂടെ, എൻ്റെ പ്രാർത്ഥനാ നിമിഷത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്ന മാർഗനിർദ്ദേശങ്ങളെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അതിനകത്ത് ജയം പ്രാപിക്കുന്ന ഒരു മകനായി തീരുവാൻ, ഒരു മകളായി തീരുവാൻ എന്നെ ഒന്ന് ഇടയാക്കണമേ എന്ന് ഇന്ന് പകൽ കർത്താവിനോട് എത്ര പേർക്ക് പറയുവാൻ കഴിയും? കാരണം യഹോവയുടെ മാർഗങ്ങൾ അബദ്ധത്തിൻ്റെതല്ല, അറിയാതെ പുറപ്പെടുന്നതല്ല. കാരണം യഹോവയുടെ ബുദ്ധി അപ്രേയമത്രേ. സ്തോത്രം. യഹോവയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണ ജയാളികളാക്കും, പൂർണ്ണ ജയാളികളാക്കി മാറ്റും. 1 ശമൂവേലിന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് ശമൂവേല് പറഞ്ഞതായ വചനം കേട്ട് ഫെലിസ്ത്യരോട്
ഇസ്രായേൽ ജനം എന്തിനു പോയി? യുദ്ധത്തിന് പോയി. ഫെലിസ്ത്യരുടെ പട നിരന്നപ്പോൾ അവരുടെ ബലം, അവരുടെ സൈന്യബലം, അവരുടെ സർവശക്തി ഇസ്രായേലിയരുടെ മുമ്പിൽ കാണിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേലിയർ തോറ്റുപോയ സമയത്ത് എന്ത് ചെയ്തു? പെട്ടകം പിടിക്കപ്പെട്ടു. ഈ പെട്ടകം പിടിക്കപ്പെട്ടതിന് ശേഷം ഈ പാളയത്തിലേക്ക് ആര് തിരിച്ചു വന്നു? ഇസ്രായേലിയരുടെ മൂപ്പന്മാർ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഈ തിരിച്ചെത്തിയ മൂപ്പന്മാർ തമ്മിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചേ? ഇന്ന് നമുക്ക് യഹോവ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ കൃത്യമായി അവിടെ കാണാൻ കഴിയുന്നു. യഹോവ ഇന്ന് നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? ഈ നമ്മൾ തന്നെത്താനെ ദൈവസന്നിധിയിൽ വന്നിരുന്ന ശോധന ചെയ്യുന്നത് നല്ലതാണ്. സ്തോത്രം. ഇവിടെ മൂപ്പന്മാരതാ ചെയ്തേ. പരാജയത്തിന്റെ കാര്യം എവിടെ വന്ന് അവർ തന്നെ എന്ത് ചെയ്തു? ഒന്ന് തിരിഞ്ഞു, ഒന്ന് ആലോചിച്ചു, ഒന്ന് ചിന്തിച്ചു. ഈ ദൈവമക്കളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പ്രശ്നം എന്താ? പരാജയപ്പെട്ടു പോയാലും, അടി കിട്ടിയാലും, ശിക്ഷ കിട്ടിയാലും, വീണുപോയാലും റീസൺ അറിയണ്ട, വിടുതൽ കിട്ടിയാൽ മതി. അപ്പൊ വിടുതൽ കിട്ടാനായിട്ട് വേറെ എവിടെയെങ്കിലും പോവാ. സ്വത്രം. ഇവിടെ നിന്ന് കർത്താവ് പറഞ്ഞു, കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും, അല്ലെങ്കിൽ തരാനുള്ളത് തരും, കിട്ടാനുള്ളത് നമ്മൾ മേടിക്കും. പക്ഷേ മനസ്സിലാക്കാൻ നമുക്ക് എന്തില്ല? ഒരു മനസ്സില്ല. അടുത്ത കൂടിയ പ്രവാചകന്റെ അടുത്തോട്ട് പോവാ വിടുതൽ കിട്ടാൻ. അവിടെ ചെന്നിട്ട് എന്താ ഈ രക്ഷയില്ലാത്ത? സ്തോത്രം. അവിടെ ചെന്നിട്ട് എന്താ രക്ഷയില്ലാത്ത? ഈ തമ്മിൽ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. മൂപ്പന്മാരെ അവിടെ തന്നെ അന്വേഷിക്കുക. ഇന്ന് ഫെലിസ്ത്യരോട് യഹോവയായ ദൈവം തോൽക്കുമാറാക്കിയത് കാരണം എന്താ? സ്തോത്രം. ഈ ജീവിതത്തിലെ പരാജയ മേഖലകളെ നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഞാൻ എവിടാ വീണുപോയെ? ഞാൻ എവിടാ അനുസരണക്കേട് കാണിച്ചേ? എൻ്റെ ജീവിതത്തിൽ നിന്ന് എവിടെ നിന്നാ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടെ? നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ കർത്താവിനോട് എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? കർത്താവ് എന്താ കാരണം? എവിടാ ഞാൻ തിരുത്തപ്പെടേണ്ടത്? എവിടാ? ഇന്ന് പകൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്തിട്ട് വിലയിരുത്തണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വിലയിരുത്തണം. ആമേ സ്തോത്രം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് എന്ത് ചെയ്യണം? വിലയിരുത്തണം. ആമേ സഭയിൽ പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദിക്കും, എന്താ കാരണം? അവൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി വെളിപ്പെടുത്തും. ഇന്നതാ കാരണം. സ്തോത്രം. മനസ്സിലായോ? റൂട്ട് പിടികിട്ടിയോ? ആമേ ഇതറിയാതെ ആമേ സ്തോത്രം കുറച്ചിരുന്ന് പട്ടിണി ഇരുന്നിട്ടോ, അല്ലെങ്കിൽ കൂടിയ പ്രഗത്ഭരായ പോസ്റ്ററിൽ പേര് വരുന്ന, അല്ലെങ്കിൽ മിടുക്കരായ എങ്ങും പോയിട്ട് രക്ഷയില്ല. ദൈവമക്കളെ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം ശോധന ചെയ്ത് വിലയിരുത്തണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്നത് നോക്കിക്കേ. സ്തോത്രം. വിലയിരുത്തിയിട്ട് ഇവർ തിരിച്ചറിയുക. എന്താ? ശിലോവിൽ നിന്ന് യഹോവയുടെ പെട്ടകം എന്ത് ചെയ്യണം? നമ്മുടെ അടുക്കല്. അപ്പം അവർക്ക് ബോധ്യമായി, പെട്ടകം നഷ്ടപ്പെട്ട നമ്മൾ എന്താ? ബിഗ് സീറോയാ, വട്ടപ്പൂജ്യമാ. എന്നിട്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ദൈവമക്കളെ നമ്മളെ 10 പൈസക്ക് കൊള്ളത്തില്ല. പിന്നെ പറയാം പെന്തക്കോസ്തുകാരനാന്ന്. മനസ്സിലായോ? വെറുതെ പറയാം. വെറുതെ ദൈവിക മാർഗനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞു കുളിച്ച് ദൈവികമായുള്ള സാമീപ്യത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ആമേ സ്തോത്രം നമ്മൾ നടന്നാൽ നമ്മൾ വട്ടപൂജ, അർത്ഥമില്ലാത്തവരായി പോകും നമ്മൾ. പക്ഷേ ദൈവിക സാന്നിധ്യത്തെ, സാമീപ്യത്തെ, മാർഗനിർദ്ദേശങ്ങളെ, കൽപ്പനകളെ, ദൈവിക നിയോഗങ്ങളെ ആരാഞ്ഞ് അതിനൊത്തവണ്ണം ചുവടുകൾ വയ്ക്കുന്നവനെ, സ്തോത്രം ഹല്ലേലൂയ, ഭയപ്പെടുന്ന ചില മേഖലകളുണ്ട്.
പേടിക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാം, ആമേൻ സ്തോത്രം, ശത്രു ഭയപ്പെടണോ? ഒറ്റ കാര്യം മതി, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്നവരായി തീർന്നാൽ മതി. ദൈവ സാമീപ്യത്തെ മുറുകെ പിടിക്കുന്നവരായി തീർന്നാൽ മതി. ദൈവിക കൽപ്പനകള്, ദൈവിക മാർഗനിർദ്ദേശങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആമേൻ ഒരു വ്യക്തിയായി തീരാൻ നിങ്ങൾക്ക് എനിക്കും കഴിയുന്നുണ്ടെങ്കിൽ അച്ഛാ, നമ്മളെ ഭയപ്പെടാത്ത മേഖലകളില്ല. സ്തോത്രം, 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 ഹല്ലേലൂയ. ശിലോവിൽ നിന്ന് യഹോവയുടെ പട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നാൽ ആര് ഭയപ്പെടുമെന്ന് അവിടെ പറഞ്ഞേ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? യഹോവ രക്ഷിക്കും. അപ്പൊ ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്നവൻ എന്തുണ്ടെച്ചാ രക്ഷയുണ്ട്, ഉണ്ടെന്നേ. സ്തോത്രം. ഒരു ആമേൻ പറ. ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സ്തോത്രം പറഞ്ഞില്ല, പിന്നെ എന്തിനാ ഈ സ്തോത്രം പറയുന്നത്? സ്തോത്രം. യഹോവയുടെ പെട്ടകം അടുത്ത് കൊണ്ടുവന്നാൽ, അടുക്കൽ കൊണ്ടുവന്നാൽ എന്തുണ്ട്? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് ആ സംഖ്യാപുസ്തകം വായിക്കണ്ട. 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പെട്ടകം പുറപ്പെടുമ്പോൾ മോശ എന്താ പറയണേ? യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. ഇന്ന് പകൽ പെട്ടകമകത്ത് വന്നാൽ, പെരക്കകത്ത്, ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയാ പറയുകയാ? നഷ്ടപ്പെട്ടു പോയ ദൈവിക സാന്നിധ്യത്തെ, പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക സാന്നിധ്യത്തെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ, ഒന്ന് തിരിച്ചൊന്ന് ആഹ്വാനം ചെയ്ത്, സ്വാഗതം ചെയ്ത് ഭവനത്തിനകത്ത് കൊണ്ടുവരാൻ തയ്യാറായ ശത്രുക്കൾ ചിതറാൻ ആമേൻ അവൻ ഇടയായി തീരും. ആമേൻ ശത്രു ഭയപ്പെടുവാൻ ഇടയായി തീരും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ തിരുവചനത്തിന് മുമ്പേ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ട്, ആ വചനത്തെ സ്വീകരിച്ചാട്ട്, ആ വചനത്തെ ഏറ്റെടുത്താട്ട്, നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. അപ്പൊ നമ്മൾ ഓടിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുക, പക്ഷെ പെട്ടകമില്ല അല്ലേ? പ്രതിസന്ധി വരുമ്പം പ്രാർത്ഥിച്ച് ഓടിക്കാൻ നമ്മൾ തയ്യാറാണ്, പക്ഷെ പെട്ടകം, ദൈവ സാന്നിധ്യം ഭവനത്തിൽ നിന്ന് പോയി. കാരണം അനുസരണയില്ലല്ലോ, ദൈവിക മാർഗനിർദ്ദേശങ്ങളെ അനുസരിക്കുന്നില്ലല്ലോ. പക്ഷേ പെട്ടകമകത്ത് വന്ന, അതാ പെട്ടകം പുറപ്പെടുമ്പോൾ ദൈവമേ അങ്ങ് എഴുന്നേൽക്കണം. ഞാൻ പറയാം സ്തോത്രം. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ആരെണീറ്റില്ലെങ്കിലും, ആര് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. കൂടപ്പിറപ്പ് കൈയടിക്കാൻ നിന്റെ കൂടെ ഇല്ലേ? നിനക്ക് കൈത്താങ്ങലായി നിൽക്കാൻ അപ്പനില്ലേ? നിനക്ക് കൂടെ നിൽക്കാൻ അമ്മയില്ലേ? വേണ്ടെന്നേ. മക്കളില്ലേ? വേണ്ടെന്നേ. വിഷയമല്ല, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുക യഹോവയായ ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയുടെ നിയമപ്പെട്ടകം എവിടെ തിരിച്ചു വന്നു? പാളയത്തിൽ എത്തി. ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായി കാണാം. പാളയത്തിൽ പെട്ടകം എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം എന്ത് ചെയ്തു? ഇസ്രായേൽ എന്ത് ചെയ്തു? ഉച്ചത്തിൽ ആർപ്പിട്ടു. ഈ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യും? സ്തോത്രം, എന്ത് ചെയ്യും? അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. ആമേൻ. ദൈവികമായ സാമീപ്യവും സാന്നിധ്യവും ഉള്ളിടത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്തോത്രം. പണ്ടാരാണ്ട് പറഞ്ഞല്ലേ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ബഹളക്കാരനാണ്. സ്തോത്രം. ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പയ്യൻ, സ്തോത്രം, പയ്യനോടൊരു ദേവദാസൻ ചോദിച്ചു, യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇതൊക്കെ നീ എങ്ങനെ കാണുന്നു? ഞാനൊരു പകുതിയായിട്ട് എന്ത് ചെയ്തു കാണുകയാണ്. യേശു വലിയ കുഴപ്പമില്ല, യേശു കർത്താവ് വലിയ കുഴപ്പമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇച്ചിരി ബഹളക്കാരനാണ്. കുഴപ്പക്കാരനല്ല, ബഹളക്കാരനാണ്. സ്തോത്രം, ആമേൻ. ഈ ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവും അഭിഷേകവും ഒക്കെ ഉള്ളിടത്ത് എന്തുണ്ടാ? സ്തോത്രം, ഉണ്ടെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒച്ച കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഫെലിസ്തർ എന്ത് ചെയ്തു? എടാ, ഇതുവരെ ഇല്ലാത്ത ഒരു ഒച്ച തന്നെ അവിടെ സംസാര വിഷയമായി. സ്തോത്രം. ഇതുവരെ ഇല്ലാത്ത ഈ ഒച്ച ആർപ്പ് കേട്ട ഫെലിസ്തർ എന്ത് ചെയ്തു?
സ്തോത്രം. ഇതുവരെ ഇല്ലാത്ത ഒരനക്കം ഇസ്രായേലിന്റെ ഇടയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേൻ അവരുടെ നടുവിൽ ആരുണ്ട്? സ്തോത്രം, സ്തോത്രം. അവരെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ബാധകൾ അഴിച്ചുവിട്ട് കല്ല് ഹൃദയം പോലെ ഇരുന്ന ഫറവോന്റെ മടിത്തട്ടിൽ നിന്ന് രക്ഷിച്ച യഹോവയായ ദൈവം അവരുടെ നടുവിലുണ്ട്. നാം എന്തു ചെയ്യണം? ഭയപ്പെടണം, ഭയപ്പെടണം. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, ആത്മീക ജീവിതമാകട്ടെ, ഏത് തലമാകട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് എന്തുണ്ട്? സ്തോത്രം. ശത്രു ഒന്ന് ചെവി ചായ്ക്കും. എന്താ? ഇതുവരെ ഇല്ലാത്ത ഒരു അനക്കം, ഇതുവരെ ഇല്ലാത്ത ഒരു അനക്കം, ഒരു തുടക്കം. ആമേൻ, ആമേൻ. അതിനെ മുറുകെ പിടിക്കാൻ നീ തയ്യാറായിക്കോ. ആമേൻ, സ്തോത്രം. കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, അത് കുടുംബ പ്രാർത്ഥനയാകട്ടെ, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ, എന്റെ ഉപവാസമാകട്ടെ, എന്റെ കണ്ണുനീരാകട്ടെ, എന്റെ മൗനമായ വാക്കുകൾ പറയാത്ത പ്രാർത്ഥനയാകട്ടെ, സ്തോത്രം, എന്റെ അന്തരംഗത്ത് ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുക, അങ്ങേ ഉച്ചത്തിൽ നിലവിളിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എന്റെ മേൽ തരണമേ. സ്തോത്രം. ദൈവിക ഇടപെടലുകള് ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ ആര് തിരിച്ചറിഞ്ഞു? ഈ നമ്മുടെ വിഷയമുണ്ടല്ലോ, നമ്മുടെ നടുവിൽ കർത്താവ് ഉണ്ടെങ്കിലും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്കതെന്തല്ല, നമുക്ക് വിഷയവുമല്ല, നമുക്ക് അതിനൊരു വിലയില്ല. പക്ഷേ വിഷയമുള്ളവനും അതിന് വില കൊടുക്കുന്നവനും പുറത്തുണ്ട്. സ്തോത്രം. മനസ്സിലായോ? ആലയത്തിനകത്ത് സ്തോത്രം ഒന്നാന്തരം ദൈവിക ഇടപെടലുകൾ നമ്മുടെ കാതിനകത്ത് കേട്ടാലും സ്തോത്രം, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നല്ലേ. സ്തോത്രം. ഈ ഒരു മനോഭാവ. പക്ഷെ പുറത്തിരിക്കുന്നവന്റെ ചങ്കിടിക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അകത്തുണ്ടെങ്കിൽ അച്ഛാ നമ്മൾ പേടിച്ചില്ലെങ്കിലും പേടിക്കുന്നവൻ പുറത്തുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നു. അതാ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ആമേൻ. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇന്ന് മുറുകെ പിടിക്കാൻ നാം ഒരുക്കപ്പെടുകയാണെങ്കിൽ അച്ഛാ, നമ്മളെ ഭയപ്പെടുകയും നമ്മുടെ കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന അദൃശ്യ മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട്. അതിന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനെ മുറുകെ പിടിച്ചോ, കർത്താവിനെ മുറുകെ പിടിച്ചോ, കർത്താവിനെ മുറുകെ പിടിച്ചോ, അവന്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോ. യെസ്, ഇന്ന് പകൽ ആത്മാവിലൊന്ന് ആരാധിച്ചേ, കർത്താവ് എനിക്ക് അങ്ങോട്ട് സാന്നിധ്യത്തെ വേണം, എനിക്ക് അങ്ങോട്ട് സാന്നിധ്യത്തെ വേണം. എന്റെ ഭവനത്തിനകത്ത്, എന്റെ തലമുറകളുടെ ജീവിതത്തിനകത്ത് എന്റെ കുഞ്ഞുങ്ങൾ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കട്ടെ. എന്റെ പൈതങ്ങൾ വളരുന്നു വരുന്ന എന്റെ പൈതങ്ങൾ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കട്ടെ. എന്റെ ആത്മീക ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കട്ടെ. ആമേൻ, 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 ആമേൻ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ആഗ്രഹിക്കാൻ കഴിയും? ഹല്ലേലൂയ. വഷളത്വം പ്രബലപ്പെടുന്ന തലമുറയുടെ ജീവിതം ഈ ലോകത്തിൽ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്നവരായി തീരണം. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചോണം. ആമേൻ, സ്തോത്രം. എന്റെ രക്തബന്ധം, എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ സഭ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്നവരായി തീരണം. സ്തോത്രം. ദൈവ സാന്നിധ്യം ഇറങ്ങിയ ഇസ്രായേൽ പാളയത്തിനകത്ത് പെട്ടകം വന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇവരെന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഭയപ്പെട്ടു. അവിടെ വ്യക്തമായ വാക്ക് അങ്ങനെ കിടക്കണം, ഭയപ്പെട്ടു. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് അയ്യോ കഷ്ടം. ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആര് നമ്മെ, ഇതാരാ പറയണേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളല്ല പറയണേ. സ്തോത്രം. സകല പരിപാടിയും കയ്യിലുള്ളവനാ പറയണേ, അയ്യോ നമുക്ക് കഷ്ടം. ഇത്രയും ശക്തിയുള്ള ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആര് നമ്മെ, ഇതാ ഞാൻ മുമ്പ് പറഞ്ഞേ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും ശക്തിയും വലുപ്പവും ഒന്നും നമുക്ക് വിഷയമല്ല, നമുക്കറിയാൻ വേണ്ട. അവൻ്റെ ശക്തിയെ നമുക്കറിയണ്ട, അല്ലേ? സ്തോത്രം. അറിയണ്ട. പക്ഷെ ഇത് അറിയുന്ന ആമേൻ എന്തുണ്ട്? മേഖലകൾ, സോണുകൾ ഉണ്ടെന്നേ, ഉണ്ടെന്നേ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ആമേൻ, സ്തോത്രം. ഒരു വാശി വേണം, ഒരു വാശിയല്ല, ഒരു ആഗ്രഹം വേണം. എനിക്കെതിരായി നിൽക്കുന്ന സാത്താൻ അറിയുന്നത് പോലെ എനിക്ക് ഒന്ന്
അങ്ങയുടെ ശക്തിയെ അറിയാൻ ഒരു കൃപ. സ്തോത്രം. ഇത് നമ്മളെക്കാളും കർത്താവിനെ ആർക്കറിയാം? അറിയാന്നേ. എപ്പോഴേലും ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്ക് അങ്ങയുടെ ശക്തിയെ അറിയണമെന്ന്? എവിടെ? സ്തോത്രം. എന്നാ ശക്തിയല്ലേ. ഇതൊക്കെയാ നമ്മുടെ പ്രശ്നം. ഏതാ ഈ നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെ നമ്മൾ അറിഞ്ഞാൽ, അറിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങള് അപ്പന്മാരുടെ കയ്യെ പിടിച്ച് എവിടെ വേണേലും പോകും അല്ലേ? പോവല്ലേ? പോവും. അത് കൂരിരുളായാലും ശവക്കോട്ടയായാലും എവിടെയായാലും അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ എവിടെ പോകും? എല്ലായിടത്തും പോകും. കാരണം എന്താ? അവരുടെ അകത്ത് എന്തോ ഒരു സ്തോത്രം. ഇത് തന്നെയാണ്. ഇവിടെ അപ്പന്റെ ശക്തിയെ തിരിച്ചറിയാത്തോണ്ടാണ് നമുക്ക് ഈ ഭയം, പേടി. പക്ഷെ ശത്രുവിന് എന്താ? ദൈവത്തെ പേടിയാ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അയ്യോ കഷ്ടം. ശത്രുവിന്റെ അയ്യം വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുറുക്കുവഴിയില്ല, പെട്ടകം അകത്ത് വന്നാൽ മതി. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. നമുക്കെതിരായി നിൽക്കുന്ന വൈരിയുടെ അയ്യം വിളി കേൾക്കാൻ മറ്റ് കുറുക്ക് വഴിയില്ല. ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചാൽ മതി. ദൈവിക കൽപ്പനയെ മുറുകെ പിടിച്ചാൽ മതി. ദൈവിക മാർഗനിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ചാൽ മതി. സ്തോത്രം. അതിന് പ്രഗത്ഭരൊന്നും വരണ്ട, തലയിലൊന്നും കയ്യും വെക്കണ്ട. സ്തോത്രം. ആമേൻ. ഇരിക്കുന്ന ഇരിപ്പട എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ഏത് കൊല കൊമ്പനും അയ്യം വിളിക്കും. അവൻ അയ്യം വിളിക്കും. നമുക്കയ്യോ കഷ്ടം, നമുക്കയ്യോ കഷ്ടം. ആമേൻ. സ്തോത്രം. ഇതുവരെ സഭയോട് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മുടെ ആമേൻ ശബ്ദത്തെ കേൾക്കുന്ന ആമേൻ ചില ശ്രവണ ശക്തികൾ, ദുരാത്മ ശക്തിയുടെ കോട്ടകൾ ഇതിന്റെ ചുറ്റുമുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഇന്ന് പകൽ ദൂത് പറയാനുണ്ട്. നിങ്ങൾക്കയ്യോ കഷ്ടം. എന്റെ ദൈവ സാന്നിധ്യത്തെ ഞാൻ മുറുകെ പിടിച്ചാൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ കോട്ടകൾ തകരപ്പെടുന്ന ഒരാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. Holy Jesus, Holy Spirit, Holy Spirit of fire, fill us with your glory, fill us with your presence. അങ്ങനെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നിറയ്ക്കട്ടെ. കർത്താവ്, ഈ ദൈവജനങ്ങൾ ഉണരട്ടെ, ഈ ദൈവജനങ്ങൾ എഴുന്നേൽക്കട്ടെ, സഭ എഴുന്നേൽക്കട്ടെ, കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ, മാതാപിതാക്കന്മാർ എഴുന്നേൽക്കട്ടെ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്ന ദൈവജനമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ. ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടരുത്. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിന്റെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിന്റെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. Hallelujah. Hallelujah. Jesus. Hallelujah. ഫെലിസ്തരോട് ഇസ്രായേൽ പടയിൽ തോറ്റുപോയി. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടത് ഫെലിസ്തർ എന്ത് ചെയ്തു? അവരുടെ ഏറ്റവും എത്രത്തോളം അവരുടെ പുരുഷത്വം കാണിക്കാമോ, എത്രത്തോളം അവരുടെ ബലം ശക്തി കാണിക്കാമോ അത്രത്തോളം കാണിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പെട്ടകം പിടിച്ചോണ്ട് പോയത്. കാരണം എന്താ? അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്.
പെട്ടകം ഇവരുടെ അടുത്തിരുന്നാൽ എന്താ വിഷയമാണ്. ദൈവമക്കളെ, നമ്മുടെ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളെക്കാൾ കൃത്യമായ ബോധ്യം ആർക്കുണ്ട്? പിശാചനുണ്ട്. എന്താ? ഇവൻ തീർന്നു. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇവൻ പരാജയപ്പെടും. ഇതാർക്ക് ബോധ്യമുണ്ട്? ഈ സാത്താന്റെ സ്വഭാവം അതാ. ഏതു വിധേയനെയും അവന്റെ എത്രത്തോളം വൃത്തികേട് കാണിക്കാവോ, മലയാള ഭാഷയിൽ അങ്ങനെ വേണം പറയാം, എത്രത്തോളം വൃത്തികേട് കാണിക്കും അത്രത്തോളം വൃത്തികേട് കാണിച്ച് എന്ത് ചെയ്യും? ഇവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും ദൈവസാന്നിധ്യത്തെ എന്ത് ചെയ്യും? കളഞ്ഞു കുളിക്കും. സത്യമല്ലേ? സ്തോത്രം. ചിന്തകളിലൂടെ, മനോഭാവങ്ങളിലൂടെ, താല്പര്യങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, ഈ മാർഗങ്ങൾ ഇവൻ പലതും തേടും. ഇത് തന്നെയാ ഫെലിസ്ത്യരെ ഇസ്രായേലിൽ നിന്ന് എന്ത് ചെയ്ത് പെട്ടകം കളയാൻ സൂക്ഷിച്ചോണം. നമ്മൾ ആത്മീക ജീവിതത്തിൽ നമ്മൾ കരുതലുള്ളവരാകണം. ഏത് നിമിഷവും ദൈവസാന്നിധ്യത്തെ കളയാൻ ഇവൻ എന്ത് ചെയ്യും? ശ്രമിക്കും. പെട്ടകം സാന്നിധ്യം നമ്മളിൽ നിന്ന് പോയാൽ നമ്മൾ ശൂന്യരാണെന്ന് എന്താ? അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഈ ദൈവിക ബന്ധമൊക്കെ എന്ത് ചെയ്യണം? സ്തോത്രം. തകർന്നു പോകാൻ നമ്മൾ എന്ത് ചെയ്യില്ലേ? സമ്മതിക്കില്ലേ? സമ്മതിച്ചാൽ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അത് വചനം വ്യക്തമായി പറയുന്നുണ്ട്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവര് എല്ലാം അറിയാവോ? വചനം പറയുന്നുണ്ട് അവന്റെ തന്ത്രങ്ങളെ. നമുക്കറിയുന്നതൊക്കെ വേറെ പലതുമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ അതല്ലേ നമ്മൾ ഫീലറാവുന്നേ, അല്ലേ? ഞാനും പലപ്പോഴും വെച്ചാൽ അതെ, അവന്റെ തന്ത്രങ്ങളെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയത്തില്ല. ഇവ തന്ത്രശാലിയാ, ഇവ സൂത്രശാലിയാ, പോഷ്കിന്റെ അപ്പന, കബളിപ്പിക്കലിന്റെ ആശാന. ഇവന്റെ സന്നിധി നമ്മൾ എന്ത് ചെയ്യില്ലേ? നാം കരുതലുള്ളവരാകണം. പ്രാർത്ഥനാ ജീവിതത്തിൽ, ആരാധന ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ എന്ത് ചെയ്യണം? സ്തോത്രം. നാം വളരെ കെയർഫുൾ ആവണം. വേഗം ഞാൻ പോവാം. അതിന്റെ 5-6 അധ്യായത്തിൽ വായിക്കണ്ട. നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യത്തിന്റെ തൊട്ടടുത്തുള്ള 5-6 അധ്യായത്തില് നമ്മൾ നോക്കിയ ഈ പെട്ടകം ആര് കൊണ്ടുപോയി? ഫെലിസ്ത്യര്. ഈ നമ്മൾ കൂടുന്ന കൂട്ടായ്മയ്ക്കകത്ത് നമ്മുടെ നമ്മുടെ ഭവനത്തിന്റെ ഈ അന്തരീക്ഷത്തെ കളഞ്ഞു കുളിക്കുന്ന, ദൈവസാന്നിധ്യത്തെ, ആരാധനയെ കളഞ്ഞു കുളിക്കുന്ന വ്യക്തികളെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. കാരണം ഈ 5-ാം അധ്യായം 6-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമാണ് എന്താ പെട്ടകം കൊണ്ടുപോയവരുടെ അവസ്ഥ കൃത്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛാ, എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം നമ്മളിൽ നിന്ന് ആര് നഷ്ടപ്പെടുത്തിയോ, അതിപ്പോൾ ഒരുമിച്ചിരുന്ന് ഒരു പായ്ക്കകത്തിരുന്ന് ആരാധിക്കുന്നവരാകട്ടെ, പുറത്തുള്ളവരായിക്കൊള്ളട്ടെ, അതിപ്പോൾ പാസ്റ്റർ ആവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഒരുവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തെ അവൻ നഷ്ടപ്പെടുത്തിയാൽ അവനോട് ഇടപെടുന്നത് മനുഷ്യനല്ല, സ്വർഗമാണ്. സ്തോത്രം. ഈ സ്വർഗത്തിന്റെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ ഇടപെടൽ പോലല്ല. സ്തോത്രം. അവിടെ വ്യക്തമായി കാണുന്നുണ്ട്. എന്താണെന്നറിയോ? മഹാരോഗത്തെ, മഹാവ്യാധി 5-6 അധ്യായത്തിൽ വായിക്കുന്നത് കാണാം. മഹാവ്യാധിയെ അയച്ചിട്ട്, സ്തോത്രം, ആവശ്യമില്ലാത്തടത്ത് ദൈവസാന്നിധ്യത്തെ കളഞ്ഞു കുളിച്ചിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ തകർത്ത ആമേൻ. ഞാൻ പറയാം നിങ്ങളുടെ പ്രതിസന്ധിയോട് എനിക്കിന്ന് വചനത്തിലൂടെ പറയാനുണ്ട്. നിങ്ങളോടല്ല, ആമേൻ, നമ്മുടെ വിഷയത്തിനോട് എനിക്കിന്ന് വചനത്തിലൂടെ പറയാനുണ്ട്. പന്ന പിശാചേ, നീ ഞങ്ങളുടെ ആത്മീക അന്തരീക്ഷത്തെ കെടുത്തിക്കളഞ്ഞാൽ നിന്റെ തലയെ തകർക്കുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ആത്മനിറവിൽ ആരാധിച്ച് ഈ ദൂതനെ കരുത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. യേശുവിന്റെ നാമത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട പെട്ടകം
ഫെലിസ്ത്യരുടെ അസ്തോദ്, ഗത്ത്, എക്രോൻ എന്നീ നഗരങ്ങളിൽ കൊണ്ടുപോയി. പക്ഷേ പല നഗരങ്ങളിലും പല മലമേടുകളിലും പല താഴ്വരയിലും നീ കൊണ്ട് ഞങ്ങളുടെ സാന്നിധ്യത്തെ നശിപ്പിച്ചു കളഞ്ഞാലും നിന്നെ അവിടെ തേടി വന്ന് തകർത്തു കളയുന്ന ഒരു യഹോവ, ഒരു യാഹ്വേ, ഒരു യാഹ്വേ. സഭയോട് പോരാടുന്ന ആത്മീക കൂട്ടായ്മ അന്തരീക്ഷത്തോട് തകർത്ത് കളയുന്ന വെല്ലുവിളികളെ അവരുടെ മടയിൽ ചെന്ന്, അവർ പൂഴ്ത്തിയ ഇടയിൽ ചെന്ന് തകർക്കുന്ന ഒരു അരിമനാഥൻ ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ യേശു കർത്താവായിരിക്കുകയാൽ കരമുയർത്തി കരമടിച്ച് സർവശക്തനെ ഓ പിടിക്കപ്പെട്ട പെട്ടകം ഫെലിസ്ത്യർ എവിടൊക്കെ കൊണ്ടുവച്ചു? അസ്തോദ്, എക്രോൻ, ഗത്ത്. ഈ പ്രദേശങ്ങളിൽ എന്ത് കൊണ്ടുപോയി വെച്ചു? അടിച്ചോണ്ട് പോയാ പെട്ടകം കൊണ്ടുവച്ചു. പക്ഷെ ഇവിടെ മൊത്തം എന്ത് ചെയ്തു? യഹോവയായ ദൈവം ബാധകൾ അയച്ചു. ഞാൻ പറയാം, നമ്മൾ ഈ സത്യസന്ധമായിട്ട് വിശ്വസ്തയോടെയായിട്ട് ദൈവ സാന്നിധ്യത്തെ നാം മുറുകെ പിടിക്കാൻ തയ്യാറായാൽ, മാർഗനിർദ്ദേശങ്ങളെ നാം പിടിക്കാൻ തയ്യാറായാൽ, എവിടെ കൊണ്ട് ചെയ്താലും, മനസ്സിലാകുന്നുണ്ടോ? എവിടെ കൊണ്ട് ചെയ്താലും അവിടെ കർത്താവ് പൊക്കോളും. നമ്മൾ പോകണ്ട. പൊക്കോളും. സ്തോത്രം, പൊക്കോളും. പരിശുദ്ധാത്മാവ് പറയുക, ഭവനത്തിനോടോ കുഞ്ഞുങ്ങളോടോ വസ്തുവിനോടോ തലമുറകളോടോ ആമേൻ ജോലിയോടോ ഏത് മേഖലകളോടാകട്ടെ ആമേൻ സ്തോത്രം, അവിടെ നിന്ന് പറിച്ചു കളയാൻ എത്ര കൊടികുത്തിയ ഫെലിസ്ത്യർ വന്നാലും ആമേൻ സ്തോത്രം നഷ്ടപ്പെടുത്തി നമ്മുടെ കൂട്ടായ്മ ദൈവിക ബന്ധത്തെ തകർക്കാൻ നോക്കിയാലും നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ട. നമ്മൾ അന്വേഷിച്ച് പോകണ്ട. നമ്മുടെ കർത്താവ് അവിടെ ചെന്നോളും. നമ്മുടെ കർത്താവിന്റെ വീര്യപ്രവൃത്തി അവിടെ ചെന്നോളൂ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ ആത്മീക ആരാധനയ്ക്കകത്ത് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ദൂതൻ അയക്കപ്പെടട്ടെ. അങ്ങയുടെ ഗബ്രിയേൽ, അങ്ങയുടെ മീഖായേൽ ഞങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, യെസ്, ഇൻ ദ name of Holy Spirit, in the name of Holy Father, in the name of Holy Jesus, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. ബാധകൾ ചെന്ന് കഴിഞ്ഞപ്പോ പിടിവിട്ടുപോയ ഫെലിസ്ത്യര് പ്രശ്ന സങ്കീർണമായി. പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാതായി പോയി. കാരണം ഇടപെട്ടത് ആരാ? ദൈവം ഇടപെട്ട യവനേലും പിടിച്ചു നിൽക്കുമോ? അവന്റെ പ്രവൃത്തി ആമേൻ, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ദൈവത്തിന്റെ പ്രവൃത്തി ചെന്നപ്പം ഈ യവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവന്മാരെന്ത് ചെയ്തു? സുല്ലിട്ടത് പെട്ടകന്മാർക്ക് എങ്ങനെയാലും ഇനി ഒന്ന് തിരിച്ചെത്തിച്ചാൽ മതി, എങ്ങനെയും ഒന്ന് തടി തപ്പിയാൽ മതി. ആരോടാ ഞാൻ പറയണേ? എത്ര പൊരുതിയാലും ദൈവം ഇടപെട്ട എങ്ങനെയൊക്കെ ഇവൻ പിടിച്ചു നിന്നെന്ന് പറഞ്ഞാലും ഇവന്റെ അടിവേറെ ഇളകും. കർത്താവ് ഇളക്കും. സ്തോത്രം. ഒറ്റ കാര്യം ചെയ്തോണം, ആ ദൈവ സാന്നിധ്യത്തെ പെട്ടകത്തെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. ഇവന്മാരെ പിടിവിട്ടു, എങ്ങനെയാലും ഒന്ന് എത്തിച്ചാൽ മതി. ഈ കുറെ കാര്യങ്ങൾ അതിന് മുമ്പിലുണ്ട്, പറയാൻ സമയമില്ല. ഇവന്മാർ എങ്ങനെയാലും പശ്ചാത്തപിച്ച് ഇതിന് ഒരു പകരം എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള ചിന്തയായി. ഞാൻ പറയാം, ജീവനുള്ള കർത്താവിനെ, രക്ഷിക്കപ്പെട്ട ദൈവവേദലേ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവവേദലേ, നാം ഉറച്ചു നിന്ന, സ്തോത്രം, ചിലർ സുല്ലിടുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൂത് പറയാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കപ്പാസിറ്റി പോയി പലരും എന്ത് ചെയ്യും? പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല.
കാലം അതിവിദൂരമല്ല, കാലം അതിവിദൂരമല്ല. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആമേൻ സ്തോത്രം, അവർ പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്ന കാലഘട്ടം അതിവിദൂരമല്ല. ആമേൻ സ്തോത്രം. അത് ഫെലിസ്തരാകട്ടെ, അമോന്യരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, യഹോവ ഇടപെട്ടാൽ അവർക്ക് നിലനിൽപ്പ് അസാധ്യമാണ്. സംഭവ ബഹുലമായ കാര്യങ്ങൾ ഒരുപാട് നടന്നതിന് ശേഷം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യാം? ശമൂവേൽ ഇസ്രായേൽ മക്കളോട് പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ നോക്കിക്കേ, ഈ സ്തോത്രം അവിടെ പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളുടെ നടുവിൽ ചില വിഷയം കിടക്കുക. ഇതൊക്കെ കാരണം കൊണ്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? പെട്ടകമൊക്കെ, ദൈവസാന്നിധ്യമൊക്കെ. ഇപ്പം വായിച്ച അതിൻ്റെ തുടക്കം ഏതിനെയൊക്കെ നീക്കണമെന്ന് പറഞ്ഞേ? വായിച്ചു. ഗ്രഹത്തോട്. അപ്പൊ ഹൃദയത്തോട് ദൈവത്തോട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവസാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം ഒന്ന് തിരിക്കണം. ഈ നമ്മൾ പരിക്കാത്തു നിന്നൊക്കെ ഇറങ്ങുമ്പോൾ തലേന്നൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം, കർത്താവേ ഞങ്ങളുടെ വിശുദ്ധ ആരാധനയിൽ അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കണം. നമ്മളിതൊക്കെ ആഗ്രഹിക്കാതെ കൊതിക്കാതെയൊക്കെയാ വന്നിരിക്കണേ. സത്യമല്ലേ? സത്യമാ. സ്തോത്രം. ഇത് ഹൃദയം ഒന്ന് തിരിക്കണമെന്നേ. റൂട്ടൊന്ന് മാറ്റിപ്പിടി. ഹൃദയം തിരിച്ച് നോക്കിക്കേ. ഇസ്രായേലിന്റെ പ്രശ്നം അതായിരുന്നു. അന്യദൈവങ്ങളെ, പ്രതിഷ്ഠകളെ നീക്കി കളഞ്ഞിട്ട് തിരികെ ചെയ്തു. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഈ ദൈവസാന്നിധ്യം ലഭിക്കാൻ കഴിയാത്ത ചില അല്ലറ ചില്ലറ പരിപാടികൾ എവിടെയുണ്ട്? ഉണ്ടെന്നേ. സ്തോത്രം, സ്തോത്രം. ഇത് ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ അത് ഏറ്റെടുത്താൽ മതി. ആരും കൈയൊന്നോ സ്തോത്രം ചെയ്ത് അവനെ ഉയർത്തിപ്പിടിക്കണ്ട. അവൻ സ്തോത്രം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന അല്ലറ ചില പരിപാടികളൊക്കെ എന്തുണ്ട്? ഇസ്രായേലിന്റെ നടുവിലുണ്ട്. അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്തോണം? തിരിഞ്ഞോണം. തിരിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടകവും നിന്റെ അടുക്കൽ വരും, ദൈവസാന്നിധ്യവും വരും, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? നിനക്കൊരു രക്ഷയും ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, സമയം പോയല്ലോ. നോക്കിക്കേ, ഈ പെട്ടകം 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. വണ്ടിക്ക് കെട്ടി. 2 ശമൂവേൽ 6:10. രണ്ട് ശമൂവേലാണ് വായിച്ചേ. നോക്കിക്കേ, ഇങ്ങനെ യഹോവയുടെ പെട്ടകം, ശ്രദ്ധിച്ചേ, ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ, സ്തോത്രം, ഹല്ലേലൂയ, യഹോവയുടെ പെട്ടകം അടുക്കൽ കൊണ്ടുവരും ഗിത്യനായ ഓബേദ് ഏദോമിനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അടുത്തത് 3 മാസം പെട്ടകം എവിടെ ഇരുന്നു? ഓക്കെ. നോക്കിക്കേ, ഇതിന്റെ മുമ്പിൽ കുറച്ച് വിഷയം നടന്നു. എന്ന് പറഞ്ഞാൽ പെട്ടകം എടുക്കാൻ പോയ ദാവീദിന്റെ യാത്രയില് ഒരു സ്തോത്രം, എന്താ പറയണേ, ഒരു ആക്സിഡന്റ് എന്നല്ല, ഒരു സ്തോത്രം, വളരെ ഒരു ദൈവിക ഇടപെടലുകളാൽ ഉസ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു? സ്തോത്രം. ഇത് കണ്ട് ഭയപ്പെട്ട ദാവീദ് പെട്ടകം എടുത്ത് എവിടെ വെച്ചു? 3 മാസം ഈ പെട്ടകം അകത്തിരുന്നുള്ളൂ. പക്ഷെ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം മാറി. ഞാൻ മുമ്പ് പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. പെട്ടകം വെച്ച ദൈവ സാന്നിധ്യം അടങ്ങിയ, ദൈവിക കൽപ്പന അടങ്ങിയ, മാർഗനിർദ്ദേശം അടങ്ങിയ, അഹരോന്റെ വടി അടങ്ങിയ, മന്ന ഇട്ട് വെക്കുന്നതായ പാത്രം അടങ്ങിയ ആ പെട്ടകം 3 മാസം ഒരു പെരയ്ക്കകത്തിരുന്നേ ഉള്ളൂ. കുടുംബത്തിന്റെ പശ്ചാത്തലം മാറിയെന്ന്. കുടുംബത്തിന്റെ അന്തരീക്ഷം മാറണോ? മറ്റൊന്നുമല്ല, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭവനത്തിന്റെ ഇരുളിമ മാറണോ? സ്തോത്രം. അന്ധകാരം മാറണോ?
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ്, ക്രിസ്തുവിന്റെ വെളിച്ചം, ആമേൻ ഹല്ലേലൂയ, ഭവനത്തിനകത്ത് പ്രവേശിക്കണോ, മറ്റൊന്നും വഴിയില്ല. അവന്റെ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ആമേൻ 3 മാസം വേണ്ട, 3 ആഴ്ചകൾ വേണ്ട, ആമേൻ 3 ദിവസങ്ങൾ വേണ്ട, 3 മണിക്കൂർ വേണ്ട, 3 സെക്കൻഡ് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ തയ്യാറാകും. ഈ 2026 അവസാനിക്കുന്നതിന് മുന്നമേ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, കർത്താവേ എന്റെ ഭവനത്തെ അനുഗ്രഹിക്ക, എന്റെ ഭവനത്തെ വിടുവിക്ക, എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറാ, എന്റെ ഭവനത്തിന്റെ പശ്ചാത്തലം മാറാ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം എന്റെ ഭവനത്തിനകത്ത് വേണം. യെസ്. 3 മാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വീട് കണ്ടപ്പം ദാവീദിനൊരാഗ്രഹം, ഈ സാധനം എവിടെ കൊണ്ടുവരണം? നഗരത്തിൽ കൊണ്ടുവരണം. സ്തോത്രം. ഇതൊരു സുവിശേഷ പ്രവർത്തനോട് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയാം. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ചിലരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ കൂടെ എവിടെ വരും? മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പെന്തക്കോസുകാർക്ക് ഇല്ലാത്തത് അതാ, ദൈവ സാന്നിധ്യം ഇല്ല. അതുകൊണ്ട് ഇവന്മാരുടെ ജീവിതമൊക്കെ കണ്ട് വിത്ത് പാസ്റ്റേഴ്സ് പറയുന്നതിനകത്ത് ഒരു ഭയമില്ല. പാസ്റ്റർമാരുൾപ്പെടെ, വിശ്വാസികൾ ഉൾപ്പെടെ, പെന്തക്കോസുകാർ ഉൾപ്പെടെ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാ പലരും അകത്ത് വരാത്ത. സ്തോത്രം. പക്ഷെ നമുക്കൊരു മാതൃക കാണിക്കണം. ആമേൻ സ്തോത്രം. ഗിദ്ധ്യനായവൻ പെട്ടകം 3 മാസം വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇത് കണ്ടോണ്ട് ദാവീദിന് ആഗ്രഹം പെട്ടകം എടുത്ത് നഗരത്തിൽ കൊണ്ടുവരണം. എന്തിനാ? അനുഗ്രഹിക്കപ്പെടാൻ. ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ പുറകെ നമ്മൾ ചെന്ന് ട്രാക്റ്റ് ഒന്നും കൊടുക്കണ്ടെന്നേ, ജീവിതം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ദൈവ സാന്നിധ്യത്തെ ഒന്ന് മുറുകെ പിടിക്കുക. ഈ ദേശത്ത് ദൈവ സാന്നിധ്യത്തെ ഒന്ന് മുറുകെ പിടിച്ച് ഒരു ഭക്തയായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൂടെ പലരും കർത്താവിനെ ആരാധിക്കാൻ വരും, അനുഗ്രഹിക്കപ്പെടാൻ വരുമെന്നേ, വിടുവിക്കപ്പെടാൻ വരുമെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. സമയം പോയി, വേഗം ഞാൻ നിർത്തുകയാണ്. കേവലം 3 മാസം കൊണ്ട് ഓബേദ് ഏദോമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്ന വീടിന്റെ അവസ്ഥ സ്വർഗം മാറ്റിയെങ്കിൽ, സ്വർഗം ആ ഭവനത്തെ അനുഗ്രഹിച്ചെങ്കിൽ, കർത്താവ് അവരെ സംരക്ഷിച്ചെങ്കിൽ, നമ്മുടെ സുരക്ഷിതത്വം കർത്താവ് ഏറ്റെടുക്കും, നമ്മുടെ സംരക്ഷണം കർത്താവ് ഏറ്റെടുക്കും. ആമേൻ സ്തോത്രം. ദൈവം ആമേൻ ഹല്ലേലൂയ വിടുവിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ സർവശക്തനാ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സർവഭൂമിക്ക് നാഥനായവന്റെ പെട്ടകമെടുത്ത് എന്തു ചെയ്യണം? യോർദാനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര തിരിക്കണം. നിങ്ങൾ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് പെട്ടകം എന്ത് ചെയ്യണം വെച്ചാ എത്തണം. അപ്പൊ നമ്മുടെ മുമ്പേ ആര് സഞ്ചരിക്കണം? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ആരും ക്ലോക്കിലോട്ടൊന്നും നോക്കണ്ട, ഞാൻ നിർത്തുക. യോർദാൻ നദിയിലേക്ക് പെട്ടകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവ സാന്നിധ്യം ആദ്യം ചെന്നെങ്കിലേ കുത്തൊഴുകുന്നതായ യോർദാൻ എന്ത് ചെയ്യൂ? അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. യോശുവ 3:13. നോക്കിക്ക്, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞ്, നോക്കിക്കേ, മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ നിന്ന്. സ്തോത്രം. ദൈവമക്കളെ, ദൈവജനം സഞ്ചരിക്കുന്നതിന് മുന്നമേ പെട്ടകവുമായി പോയ പുരോഹിതന്മാർ കുത്തൊഴുക്കുള്ളതായ ആമേൻ സ്തോത്രം നീർച്ചാട്ടങ്ങൾ ആമേൻ ഉള്ളതായ ആമേൻ യോർദാൻ നദിയിലേക്ക് കാലുകുത്തിയപ്പോൾ ആമേൻ കുത്തൊഴുക്ക് 2ആയി വിഭാഗിക്കപ്പെട്ടു. ദൈവസാന്നിധ്യം ഉണ്ടോ? എത്രയും കുത്തി ഒഴുക്കിക്കോട്ടെ, അതിനെ തടഞ്ഞു നിർത്താൻ സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം ഒന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചിട്ട്, എനിക്ക് അങ്ങയുടെ സംരക്ഷണത്തെ മുറുകെ പിടിച്ച്, എനിക്ക് അങ്ങയുടെ പെട്ടകത്തെ മുറുകെ പിടിച്ച് ആമേൻ യോർദാനിലേക്ക് കാലുകുത്താനുള്ള ഒരു ചങ്കൂറ്റം, ഒരു ധൈര്യം, ഒരു ധൈര്യം. സ്തോത്രം. ഞാൻ പറയാം, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച്
ആമേൻ. ചെങ്കടൽ കടന്നതായ മോശയും കൂട്ടരും ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് ചെങ്കടൽ വിഭാഗിച്ചവർക്ക് യോർദാൻ എന്ത് ചെയ്യൂ? സാധ്യം ആകുള്ളൂ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇത് എത്ര കിട്ടുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് ചെങ്കടൽ കടന്നവനെ യോർദാനും എന്ത് ചെയ്തുള്ളച്ചാ? ബി പ്രാക്ടിക്കൽ. കരുതലുള്ളവരാകുക. ആമേൻ, ഭയമുള്ളവരാകുക. ദൈവ സാന്നിധ്യത്തെ കളഞ്ഞു കുളിക്കുന്നതിലേക്ക് പോകാതെ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുക. ദൈവകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.